തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ് ഒരു സ്ട്രക്ചർ എന്നുള്ളതാണ്. ഓക്കെ, സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു ഹെട്രോജീനസ് ആയിട്ടുള്ള ഡേറ്റേനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹെട്രോജീനസ് ആയിട്ടുള്ള ഡേറ്റേനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സീല് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്പാണ് സ്ട്രക്ചർ എന്നാണ് നമ്മൾ പറഞ്ഞത്. അല്ലെങ്കിൽ വേറെ രീതിയിൽ നമ്മൾ പറഞ്ഞു ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഡേറ്റേനെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടുന്ന ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ് സ്ട്രക്ചർ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് കഴിഞ്ഞത്. ഇനി നമുക്കറിയണം എങ്ങനെയാണ് ഒരു സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു സ്ട്രക്ചറിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിനി പഠിക്കാൻ. സോ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫൈനിങ് എ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. കാര്യം സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്ത് ഡിക്ലെയർ ചെയ്തൊക്കെ വെച്ചാലേ ഉള്ളൂ നമുക്കതിൻ്റെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ഓരോ കോൺസെപ്റ്റ്സും പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആക്ച്വലി നമുക്കത് പ്രോഗ്രാമിൽ എങ്ങനെ യൂസ് ചെയ്യാം അതറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ സിൻടാക്സും കാര്യങ്ങളും ഒന്നും ഇപ്പം നമ്മൾ മൈൻഡ് ചെയ്യാനില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ എക്സാമ്പിളിൽ നിങ്ങളിവിടെ നോക്കിക്കോളൂ. എനിക്ക് കുറേ ബുക്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് സ്റ്റോർ ചെയ്യേണ്ടത്. ബുക്സിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, സോ ഒരു ബുക്ക് നമ്മൾ എടുത്താൽ നാച്ചുറലി ആ ബുക്കിനൊരു പേരുണ്ടാകും അല്ലേ? ആ ബുക്ക് ആരാണ് എഴുതിയത്, അതായത് ഓതറിൻ്റെ നെയിം ഉണ്ടായിരിക്കും. പിന്നെ ആ ബുക്കിന് എത്ര നമ്പർ ഓഫ് പേജസ് ഉണ്ട്, ആ ബുക്കിന് എത്ര രൂപയാകും, അങ്ങനെയുള്ള കുറേ പീസ് ഓഫ് ഇൻഫർമേഷൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ, അതായത് ഒരു ബുക്ക് എടുത്താൽ ബുക്കിൻ്റെ വില, ബുക്കിൻ്റെ പേര്, ബുക്ക് ആരാണ് എഴുതിയത്, ഇതിന് എത്ര നമ്പർ ഓഫ് പേജസ് ഉണ്ട്, അതുപോലെ ഇതിൻ്റെ പ്രൈസ് എന്താണ്, അതായത് ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ആ ബുക്കിനെ കുറിച്ച് ഉള്ള ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റേനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റേനെ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് സ്ട്രക്ചർ അല്ലേ? ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ്. സോ ഹൗ വിൽ യു ഡിഫൈൻ എ സ്ട്രക്ചർ ഫോർ ദിസ് പേർപ്പസ്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ നോക്കുക, ഞാനതിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. സ്ട്രക്റ്റ്, STRUCT, സ്ട്രക്റ്റ്. സ്ട്രക്റ്റ് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഒരു ബുക്കിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക കുറേ ബുക്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആണ് ഞാൻ കീപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സ്ട്രക്ചറിന് ഒരു പേര് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് ബുക്ക് ബാങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈഫൺ അല്ല, ഇത് അണ്ടർസ്കോർ ആണ്. ബുക്ക് ബാങ്ക് എന്ന് പറഞ്ഞ് ഞാൻ ആ സ്ട്രക്ചറിന് ഒരു പേരങ്ങോട്ട് കൊടുത്തു. ദെൻ ആ ബുക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഞാൻ ആ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ എഴുതിയേക്കാണ്. നോക്കൂ, ആ ബുക്കിൻ്റെ ടൈറ്റിലാണ്, ഒരു പേരാണ് വരിക അല്ലേ? ഇപ്പോൾ പ്രോഗ്രാമിംഗ് ഇൻ സി എന്നാണ് ബുക്കിൻ്റെ പേരെങ്കിൽ ഓഫ് കോഴ്സ് അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ക്യാർ ആയിരിക്കണം. സോ ക്യാർ ടൈറ്റിൽ ഓഫ് 20. ദെൻ നമ്മളുടെ പ്രോഗ്രാമിംഗ് ഇൻ സിയുടെ ഓതർ എന്ന് പറയുമ്പോഴും ഒരു ടെക്സ്റ്റ് ആണല്ലേ വരിക, അതായത് അശോക് കാംതെ എന്ന് പറയുന്ന ഓതറാണ് വരുന്നത്. സോ ഓതർ എന്നുള്ളത് ഒരു ക്യാരക്ടർ അറേ ആയിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്തു. ദെൻ ആ ബുക്കിൽ എത്ര നമ്പർ ഓഫ് പേജസ് ഉണ്ട്, പേജസ് ആണ്. സോ ഉറപ്പായിട്ടും ഡേറ്റ ടൈപ്പ് വരുന്നത് ഇൻറ്റീജർ ആയിരിക്കും. ഓക്കെ, ദെൻ ബുക്കിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോഴും എപ്പോഴും ദർ ഇസ് എ ചാൻസ് ഓഫ് ആ ഡേറ്റ വരാൻ പോകുന്നത് ചിലപ്പോൾ ഫ്ലോട്ട് ആവാം. ഓക്കെ, സോ ഫ്ലോട്ടിനകത്ത് പ്രൈസ് എന്ന് പറയുന്ന കാര്യവും ഞാൻ കൊടുത്തു. നിങ്ങൾ ആലോചിക്കുക, ബുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഞാനിവിടെ കൊടുത്തു. അതായത് ബുക്കിൻ്റെ ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ക്യാരക്ടർ അറേയാണ്. സോ ക്യാർ ടൈറ്റിൽ. ബുക്കിൻ്റെ ഓതർ ക്യാർ ഓതർ. ബുക്കിന് എത്ര നമ്പർ ഓഫ് പേജസ് ഉണ്ട്, ഇൻറ്റീജർ ഡേറ്റ ടൈപ്പ്. ദെൻ ബുക്കിൻ്റെ പ്രൈസ് എന്താ, അതാണ് ഫ്ലോട്ടിൽ നമ്മൾ കൊടുത്തത്. ദെൻ ഇതെല്ലാം ഞാൻ എഴുതിയിരിക്കുന്നത് ഒരു ബ്രേസസിൻ്റെ ഉള്ളിലാണ്.
ദെൻ ആ ബ്രേസസ് തീരുന്നത് ഒരു സെമിക്കോളൻ വെച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. അതായത് ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തു വെച്ചു. ഓക്കെ, സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പല പല ഡേറ്റ ടൈപ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഹെട്രോജീനസ് ആയിട്ടുള്ള ഡേറ്റ അതിനകത്ത് ഉണ്ടായിരിക്കും. ഓഫ് കോഴ്സ് പല പല ഡേറ്റ ടൈപ്പ് കണ്ടോ, ക്യാരക്ടർ വന്നിട്ടുണ്ട്, ഇൻറ്റീജർ വന്നിട്ടുണ്ട്, ഫ്ലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ സ്ട്രക്ചറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് ഈ പറയുന്ന ബ്രേസസിൻ്റെ ഉള്ളിലാണ്. ബ്രേസസ് തീരുന്നത് ഈ പറയുന്ന സെമിക്കോളൻ വെച്ച് ആയിരിക്കണം. സോ ഇങ്ങനെ നിങ്ങൾ എഴുതിയാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് ഈ സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ ജനറൽ സിൻടാക്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കൂ, സ്ട്രക്റ്റ്. ഇവിടെ നോക്കൂ, സ്ട്രക്റ്റ്. എൻ്റെ എപ്പോഴും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളെ സിൻടാക്സിനനുസരിച്ചിട്ടാണ്. സോ സ്ട്രക്റ്റ് എന്നുള്ള കീവേഡാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത്. അത് ഞാനിവിടെ കൊടുത്തു. അതിനുശേഷം സ്ട്രക്ചറിൻ്റെ പേര്, അതാണ് നമ്മൾ ടാഗ് നെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെയിം ഓഫ് ദ സ്ട്രക്ചർ. നെയിം ഓഫ് ദ സ്ട്രക്ചർ. അതിനുശേഷം ബ്രേസസിൻ്റെ ഉള്ളിൽ ആ സ്ട്രക്ചറിൽ എന്തൊക്കെ ഡേറ്റയാണ് നിങ്ങൾക്ക് വരേണ്ടത്. നോക്കൂ, ഡേറ്റ ടൈപ്പ് മെമ്പർ 1. ഇവിടെ നോക്കൂ, ഡേറ്റ ടൈപ്പ് ക്യാർ ആണ്. ഈ സ്ട്രക്ചറിൽ എനിക്ക് വേണ്ടത് ടൈറ്റിൽ എന്നുള്ള പേരാണ്. സോ അതാണ് ഞാനിവിടെ മെമ്പർ 1 ആയിട്ട് പറയുന്നത്. അതുപോലെ അടുത്ത ഡേറ്റ ടൈപ്പ് അവിടെ എന്താണോ കൊടുക്കേണ്ടത് അത് മെമ്പർ 2. എഗെയിൻ ഡേറ്റ ടൈപ്പ് മെമ്പർ 3, ഡേറ്റ ടൈപ്പ് മെമ്പർ 4 ആൻഡ് സോ ഓൺ. ദെൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എൻക്ലോസ് ചെയ്യുന്നത് ഈ പറയുന്ന ബ്രേസസിൻ്റെ അകത്താണ്. ദെൻ ബ്രേസസ് കഴിഞ്ഞ് നിങ്ങളൊരു സെമിക്കോളനും കൂടെ കൊടുക്കണം. ഇങ്ങനെ കൊടുത്താൽ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ഇവിടെ എന്ത് പേരാണോ മെൻഷൻ ചെയ്തിട്ടുള്ളത് ആ മെൻഷൻ ചെയ്ത പേരിൽ ഒരു സ്ട്രക്ചറിനെ നിങ്ങൾ ഡിഫൈൻ ചെയ്തു എന്നാണ് അർത്ഥം. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് പോയിന്റ് യു ഹാവ് ടു യൂസ് ദ കീവേഡ് സ്ട്രക്റ്റ്. സ്ട്രക്റ്റ് എന്ന് പറയുന്ന കീവേഡ് നിങ്ങൾ യൂസ് ചെയ്തിരിക്കണം. ദെൻ അതിനുശേഷം ടാഗ് നെയിം നിങ്ങൾ കൊടുക്കണം. ടാഗ് നെയിം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിന് നിങ്ങൾ എന്ത് പേരാണോ കൊടുക്കുന്നത്. ഇപ്പം സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ്, നിങ്ങൾക്ക് എന്ത് പേരാണോ സ്ട്രക്ചറിന് കൊടുക്കേണ്ടത് ആ പറയുന്ന പേര് നിങ്ങളുടെ ടാഗ് നെയിമായിട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ബ്രേസസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. തേർഡ് പോയിന്റ്, ഈ ബ്രേസസിൻ്റെ ഉള്ളിൽ വേണം ഏതൊക്കെ മെമ്പേഴ്സിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ അതിനെ എല്ലാത്തിനെയും ഡേറ്റ ടൈപ്പ് പറഞ്ഞ് മെമ്പർ 1, ഡേറ്റ ടൈപ്പ് പറഞ്ഞ് മെമ്പർ 2 അങ്ങനെ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. ദെൻ അത് എൻക്ലോസ് ചെയ്യുന്നത് ഈ പറയുന്ന ബ്രേസസിൻ്റെ ഉള്ളിലാണ്. ബ്രേസസ് തീരുമ്പോൾ സെമിക്കോളൻ നിങ്ങൾ കൊടുക്കണം. മനസ്സിലായോ? ഇവിടെ ഈ പറയുന്ന മെമ്പറിനെ നമുക്ക് വേണമെങ്കിൽ പറയാം സ്ട്രക്ചർ മെമ്പർ. സ്ട്രക്ചർ മെമ്പർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാവുന്ന വേറൊരു പേരാണ് സ്ട്രക്ചർ എലമെന്റ്സ്. ഒന്നുകിൽ നമുക്ക് സ്ട്രക്ചർ മെമ്പർ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള കാര്യത്തിനെ സ്ട്രക്ചർ എലമെന്റ്സ് എന്ന് പറയാം. ഓക്കെ, സോ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സ്ട്രക്റ്റ് എന്നുള്ള കീവേഡ് കൊടുക്കുക. അതിനുശേഷം സ്ട്രക്ചറിൻ്റെ പേര്, ദാറ്റ് ഈസ് ടാഗ് നെയിം. ടാഗ് നെയിം കൊടുക്കുക, ബ്രേസസ് യൂസ് ചെയ്യുക, അതിൻ്റെ അകത്ത് നിങ്ങൾ സ്ട്രക്ചർ മെമ്പേഴ്സിനെ ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, ഇത് എൻഡ് ചെയ്യുന്നത് ഒരു സെമിക്കോളൻ വെച്ചിട്ടാണ്. സോ എങ്ങനെ, ഹൗ വിൽ യു ഡിഫൈൻ എ സ്ട്രക്ചർ എന്ന് ചോദിച്ചാൽ കൊടുക്കേണ്ട സിൻടാക്സ് ആണിത്. ഓക്കെ, സ്ട്രക്റ്റ് ടാഗ് നെയിം, അതിനുശേഷം അതിനുള്ളിൽ സ്ട്രക്ചർ മെമ്പേഴ്സിനെ നമ്മൾ കൊടുക്കുക. അത്
ഈ പറയുന്ന പോലെ ബ്രേസസ് ഇട്ട് സെമിക്കോളൻ വെച്ച് എക്സിറ്റ് ചെയ്താൽ നമ്മൾ ആക്ച്വലി ഈ പറയുന്ന പേരിൽ ഒരു സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്തു എന്നാണ് അർത്ഥം. മനസ്സിലായോ? ഇനി നമുക്ക് വേണമെങ്കിൽ വെറുതെ പറയാം, ഇതിന് നമുക്കൊരു സ്ട്രക്ചർ ടെംപ്ലേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയാനുള്ളൂ. ഹൗ വിൽ യു ഡിഫൈൻ എ സ്ട്രക്ചർ? യു ഹാവ് ടു യൂസ് ദ കീവേഡ് struct and you have to mention the structure name. Then you have to deliver the structure members inside the curly braces, and the curly braces should end with this semicolon. ഇത് വീണ്ടും വീണ്ടും പറയുന്നത് ഞാൻ ഈ പറയുന്ന 3-4 പോയിന്റ് ആണ് നിങ്ങൾ ബുക്കിൽ എഴുതേണ്ടത് അല്ലെങ്കിൽ എക്സാം പേപ്പറിൽ എഴുതേണ്ടത്. അതുകൊണ്ടാണ് അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ദിസ് സിൻടാക്സ് വി ഹാവ് ക്രിയേറ്റഡ് എ സ്ട്രക്ചർ നെയിംഡ് ബുക്ക് ബാങ്ക്. ബുക്ക് ബാങ്ക് എന്നുള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ മെമ്പേഴ്സാണ് ടൈറ്റിൽ, ഓതർ, പേജ്, പ്രൈസ് എന്നുള്ളത്. മനസ്സിലായോ? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ പറയാൻ വേണ്ടി ഉള്ളത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ പഠിക്കും എങ്ങനെയാണ് ഒരു സ്ട്രക്ചറിനെ ഡിക്ലെയർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കും. ബിഫോർ ദാറ്റ് നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. നമുക്കൊരു ചെറിയ എക്സാമ്പിളും കൂടെ നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് നമ്മളുടെ ക്ലാസ്സിൽ നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കേസിലാണെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ, അതുപോലെ സ്റ്റുഡൻറ്റിൻ്റെ നെയിം, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ആള്, അതുപോലെ ആളുടെ ഏജ്, അതുപോലെ അവൻ്റെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ മാർക്സ്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് വേണം എന്ന് വിചാരിക്കുക. അതായത് സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ, നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്, ആ കുട്ടിയുടെ ഏജ്, അതുപോലെ അതിൻ്റെ മാർക്സ്. സോ ഈ പറയുന്ന 2, 4, 5, 5 പീസ് ഓഫ് ഇൻഫർമേഷൻസ് വെച്ചിട്ട് നിങ്ങൾ ഒരു സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ആ സ്ട്രക്ചറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻ്റ് എന്ന പേരും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ദിസ് സിൻടാക്സ് നമ്മൾ എന്താണ് എഴുതേണ്ടത്, നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രക്റ്റ് എന്നുള്ള കീവേഡ് നമ്മൾ യൂസ് ചെയ്യണം, അല്ലേ? ഓക്കെ, അപ്പം ഞാൻ യൂസ് ചെയ്യാൻ പോവാണ്. എൻ്റെ സ്ട്രക്റ്റ് എന്നുള്ള കീവേഡ് ഞാൻ യൂസ് ചെയ്തു. അതിനുശേഷം ഇത്രയും ഇൻഫർമേഷൻസ് ഒരു കുട്ടിയുടെ ഇൻഫർമേഷനാണ്. സോ നമുക്ക് ലോജിക്കലായിട്ടുള്ള എന്ത് പേരും കൊടുക്കാം. സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. സോ സ്ട്രക്റ്റ് ഞാൻ കൊടുക്കുന്നു സ്റ്റുഡൻറ്റ്. ഞാൻ ബ്രേസസ് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഈ സ്ട്രക്ചറിലുള്ള മെമ്പേഴ്സ് ഏതൊക്കെയാണ് എന്ന് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. റോൾ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഏജ് ഉണ്ട്, മാർക്സ് ഉണ്ട്. അത് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഏതാണെന്ന് നോക്കി നമ്മളത് കംപ്ലീറ്റ് ചെയ്യുക. റോൾ നമ്പർ 1, 2, 3, 4 എന്നുള്ള നമ്പേഴ്സാണ് വരിക. സോ റോൾ നമ്പറിന് നമുക്ക് ഡേറ്റ ടൈപ്പ് കൊടുക്കാവുന്നത് ഇൻറ്റീജറാണ്. ഇൻറ്റ് റോൾ നമ്പർ. അടുത്ത സ്ട്രക്ചർ മെമ്പർ എന്ത് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? നെയിം. നെയിമാണ്. സോ ഇറ്റ് ഷുഡ് ബി എ ക്യാരക്ടർ അറേ. സോ ക്യാർ നെയിം. ഒരു സൈസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം, നെയിം. ഇനി ഡിപ്പാർട്ട്മെൻറ്റ്. ഇവൻ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നവനാണ്? കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ആണോ, കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആണോ, BBA ആണോ, അല്ലേ? അപ്പോൾ അതും എന്താണ്? ക്യാർ തന്നെ നമുക്ക് ഡേറ്റ ടൈപ്പ് പറ്റുള്ളൂ. സോ ക്യാർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈസ് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇനി എന്താണ് ഇവൻ്റെ ഏജ്? ഏജ് എന്ന് പറയുമ്പോൾ നമ്മൾ നാച്ചുറലി നമ്മൾ ഏജ് പറയുമ്പോൾ 17 അങ്ങനെയല്ലേ പറയുള്ളൂ. നിങ്ങളുടെ ഏജ് നിങ്ങൾ ചോദിച്ചാൽ 17 അല്ലെങ്കിൽ 18 എന്നേ പറയുള്ളൂ. സോ ദ ഡേറ്റ ടൈപ്പ് ഷുഡ് ബി ഇൻറ്റീജർ. സോ ഇൻറ്റ് ഏജ്. ഇനി എന്താണ്? മാർക്സ്. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്സ് മേ ബി ഫ്ലോട്ടിംഗ് പോയിന്റ് ആവാം. സോ അതുകൊണ്ട് നമുക്ക് ഡേറ്റ ടൈപ്പ് കൊടുക്കാം ഫ്ലോട്ട് മാർക്സ്.
ഇത്രയും ആയാൽ സ്റ്റുഡൻറ്റ് എന്നുള്ള സ്ട്രക്ചർ ആയോ? ഇല്ല. സ്റ്റുഡൻറ്റ് എന്നുള്ള സ്ട്രക്ചർ ആവണമെങ്കിൽ ഈ ബ്രേസസ് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ക്ലോസ് ചെയ്യണം ആൻഡ് സെമിക്കോളൻ വെച്ച് നമ്മൾ എക്സിറ്റ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളായാലാണ് ഒരു സ്ട്രക്ചറിന് ഡെഫിനീഷൻ ആകുന്നുള്ളൂ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്കിത് നിർത്താം. എവിടെയാണ് നമ്മൾ സ്ട്രക്ചർ ഡെഫിനീഷൻ പ്രോഗ്രാമിൽ എഴുതേണ്ടത്? പ്രോഗ്രാമിൽ എവിടെയാണ് എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ വോയിഡ് മെയിൻ എഴുതുമല്ലോ. വോയിഡ് മെയിനിൻ്റെ മുകളിലാണ് നമ്മൾ സാധാരണഗതിയിൽ സ്ട്രക്ചർ ഡെഫിനേഷൻസ് കൊടുക്കാറുള്ളത്. അതായത് നമ്മൾ ഹെഡർ ഫയൽസ് കൊടുക്കുമല്ലോ, ഹാഷ് ഇൻക്ലൂഡ് studio.h conio.h നമ്മൾ കൊടുക്കുമല്ലോ. അതിനുശേഷമാണ് സ്ട്രക്ചർ ഡെഫിനേഷൻസ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനുശേഷമേ ഉള്ളൂ വോയിഡ് മെയിൻ കൊടുത്ത് നമ്മൾ പ്രോഗ്രാം എഴുതി വരുള്ളൂ. ഓക്കെ, സോ ഇത്രയും കാര്യം ചെയ്താൽ നമ്മളിപ്പോൾ എന്താണ് ചെയ്തിട്ടുള്ളത്? സ്റ്റുഡൻറ്റ് എന്നുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സ്റ്റുഡൻറ്റ് എന്നുള്ള സ്ട്രക്ചറിൻ്റെ ഒരു ടെംപ്ലേറ്റ് ആണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് ഇനി ഓരോന്നും എങ്ങനെയാണ് എടുക്കുന്നതെന്നും മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഇനി പഠിക്കും. സോ ഫസ്റ്റ് യു ഹാവ് ടു സ്റ്റഡി ദിസ്. ഹൗ വിൽ യു ഡിഫൈൻ എ സ്ട്രക്ചർ? ഫോർ ഡിഫൈനിങ് അഗെയിൻ ഞാൻ പറയുന്നു, യു ഹാവ് ടു യൂസ് ദ കീവേഡ് സ്ട്രാക്ട്. Then you have to mention the structure name and you have to mention the structure members inside the curly braces, and this curly braces should end with a semicolon. ഇത്രയും ആയാൽ ഒരു സ്ട്രക്ചറിന് ഡെഫിനീഷൻ ആയി. ദെൻ ഇനി നമ്മൾ പഠിക്കും, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം അല്ലേ, എന്താ പഠിക്കണേന്ന്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യാം ബുക്കിലേക്കും കൂടെ, കേട്ടോ.